ഹേ ഗായ്സ്, ഇപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഞാനിപ്പോൾ കറൻ്റ്ലി ബാംഗ്ലൂരാണ്. എനിക്ക് സെം എക്സാം ആയതുകൊണ്ട് ഞാൻ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ചെയ്യണം, പ്രൊഫഷണൽ കോഴ്സിൻ്റെ ഒപ്പം. അതുകൊണ്ട് തന്നെ നമ്മൾ 28 വരെ ഇനി ബാംഗ്ലൂരാണ്. അപ്പോൾ വന്ന വഴിക്ക് രണ്ട് പ്രയോറിറ്റിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ജിമ്മ് കണ്ടെത്തി, അടുത്ത് നമുക്ക് 12-15 ഡേയ്സിന് വർക്കൗട്ട് ചെയ്യാനുള്ള രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള ജിമ്മും, അതുപോലെ തന്നെ ഗ്രോസറീസും നമ്മൾ പാക്ക് ചെയ്തു. പഠിക്കും, അത് വേറെ കാര്യം. ബട്ട് ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെയാണ് നിൽക്കണത്. സോ വ്യൂ കാട്ടിത്തരാം. ഇൻസൈനാണ്. ലൈക്ക് ഈ ഒരു സെറ്റപ്പിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് നിൽക്കണത്. ഇതിനും ശോകമായിട്ടുള്ള സെറ്റപ്പിലായിരുന്നു ആദ്യം നിൽക്കണ്ടായിരുന്നത്, ബട്ട് മച്ച് ബെറ്റർ. അപ്പോൾ ഇന്ന് ലെഗ് ഡേ ആണ്. അതുപോലെ തന്നെ ജിമ്മ് തപ്പിയെന്ന് ഞാൻ പറഞ്ഞു. കുറേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഒരു അഫോർഡബിൾ ജിമ്മ് നമ്മൾ കണ്ടെത്തി. പിന്നെ ഗ്രോസറീസ് എന്തൊക്കെയാണ് വാങ്ങി എന്നുള്ള കാര്യത്തിൽ ഞാൻ കാട്ടിത്തരാം. ബേസിക് ആയിട്ടുള്ള സ്റ്റഫാണ്, ലൈക്ക് ഒന്നും അധികം കോംപ്ലിക്കേറ്റ് ചെയ്തിട്ടില്ല. വാങ്ങിയത് ഓട്സ് വാങ്ങി, കോൺഫ്ലേക്സ് വാങ്ങി, പൊട്ടാറ്റോസ് വാങ്ങി, പഴം വാങ്ങി, പിന്നെ 3 ആപ്പിൾ വാങ്ങി, പിന്നെ ബദാം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പിന്നെ പീനട്ട് ബട്ടറും വാങ്ങി. ചിക്കൻ പിന്നെ ഇവിടെ ഞാൻ ചിക്കൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തു. ബ്രെഡും വാങ്ങി. പിന്നെ ഞാൻ മസാല, അതായത് ഈ മസാല വാങ്ങി, നാട്ടിൽ നിന്ന് കൊടുത്തില്ലേ ഒന്ന്, ഷാഹി പനീർ മസാല, എന്തോ പനീർ മസാല എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ഐഡിയയിൽ വെച്ചാൽ വാങ്ങിയ. ചിക്കൻ ഭയങ്കര വില, നാട്ടിലൊക്കെ ഭയങ്കര വില. 1 കിലോന് അത്ര 280 പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ പക്ഷേ ഇൻസ്റ്റാ മട്ടനെ ഓർഡർ ചെയ്തോട്ടം, ചിക്കൻ ബ്രസ്റ്റ് മാത്രമായിട്ട് അതിന് ഏകദേശം വില ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബേസിക് ആയിട്ടാണ് ഇപ്പോൾ വാങ്ങിക്കണത്. ഇത് ഇപ്പോൾ അധികം, ഇത് പെട്ടെന്ന് തീരും, അത് വേറെ കാര്യം. ഓട്സ് ഒക്കെ നിൽക്കും, ലൈക്ക് ചിക്കൻ പെട്ടെന്ന് തീരും. അത് മാത്രമാണ് ഒരു എക്സ്പെൻസ് എനിക്ക് ഇവിടെ വന്ന് വരാറുള്ളൂ. പിന്നെ ജിമ്മിൻ്റെയും ബാക്കിയൊക്കെ നമുക്ക് സാധാരണ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനൊരു മീൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, സോറി, അത് കാണിക്കാം. അപ്പോൾ വേഗം ഒരു മീൽ പ്രിപ്പ് ചെയ്തു. ലൈക്ക് രാവിലെ ഞാൻ 3 എഗ്സേ കഴിച്ചുള്ളൂ, ഹോൾ എഗ്സും, പിന്നെ ഒരു കാപ്പി മാത്രമേ കുടിച്ചുള്ളൂ, കാരണം കുറച്ച് നമുക്ക് തിരക്കുണ്ടായിരുന്നു. റൈസ് ഇല്ല. സാധാരണ പുറത്ത് വന്ന് എനിക്ക് റൈസ് ഉണ്ടാക്കാൻ, പിന്നെ ഇന്ന് പെട്ടെന്ന് റൈസ് മേക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ യൂഷ്വലി ഞാൻ പുറത്ത് വന്ന് റൈസ് കഴിക്കാറില്ല. അപ്പോൾ നമുക്ക് അഫോർഡ് പെട്ടെന്ന് കിട്ടുന്ന ഓപ്ഷൻ, ഞാനൊരു 6 സ്ലൈസസ് ബ്രെഡും ചിക്കൻ വാങ്ങി നമ്മൾ, അതുപോലെ തന്നെ പൊട്ടാറ്റോസ്, പിന്നെ ക്യാരറ്റ് 80 ഗ്രാംസ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ജിമ്മൊന്ന് എടുത്തിട്ടുണ്ട്. ജിമ്മിനെ പറ്റി ഞാൻ കാണിച്ചു തരാം. 20 ഡേയ്സിനാണ് ഇവിടെ ഞാൻ ഇനി ഉണ്ടാവുക. സോ ബികോം എക്സാം ആയതുകൊണ്ട് അപ്പോൾ ഇത് മീറ്റ് ചെയ്ത് ഇനി ജിമ്മിൽ കാണാം. സോ ഇതാണ് ജിമ്മ്. ഏകദേശം 20 ഡേയ്സിന് വരുന്നത് 1200 നമ്മളത് എടുത്തു. പ്ലസ് ഇന്ന് ലെഗ് ഡേ ആണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് അബ്ഡക്ടേഴ്സിൽ വെച്ചിട്ട് 2 സെറ്റ്സ്. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ പെർട്ടിക്കുലർ ഇന്നർ തൈൻ്റെ ഭാഗമാണ് എനിക്ക് ഭയങ്കര വാമാൻ ബുദ്ധിമുട്ട് സ്ക്വാട്സ് അടിക്കാൻ പോകും. അപ്പോൾ എൻ്റെ ജിമ്മിൽ അബ്ഡക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ അബ്ഡക്ടേഴ്സ് ഉള്ളപ്പോൾ ഞാൻ അതിൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യാറ്. സോ 2 സെറ്റ്സ്. ഇനി yeah, You want to go down more? I can do it alone. 2, go. 3, more. One more. One, go. Last one. Lift. അപ്പോൾ നമ്മളിന്ന് സ്മിത്തിലാണ് പെർഫോം ചെയ്യണത്. കാരണം മുകളിലാണ് ഇവരുടെ സ്ക്വാട്ട് അടിക്കാനുള്ള ബാറ്. പക്ഷെ അത് മാത്രമേ ഉള്ളൂ അവിടെ. പക്ഷെ എനിക്കതൊരു ഗുമ്മായി തോന്നണല്ലേ, കാരണം മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലേ പ്രോപ്പറായിട്ട്. നമ്മൾ വെറുതെ അവിടെ പോയിട്ട് ഇനി പണി വാങ്ങണ്ട. സോ ഇന്ന് നമ്മൾ സ്മിത്തിലടിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് സെറ്റ് ഇൻറ്റൻസ് ഷിട്ടായി. നമ്മളിനി 2 സെറ്റ് കൂടി പെർഫോം ചെയ്യും. ജിമ്മ് കാട്ടില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജിം തന്നെയാണ്. പിന്നെ ബാംഗ്ലൂരിൽ ഒട്ടുമിക്ക ജിമ്മും ഈ ഒരു ചെറിയ രീതിയിൽ സെറ്റപ്പ് ആയാൽ പോലും കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആണ് നമ്മുടെ നാട്ടിൽ കമ്പയർ ചെയ്യുമ്പോൾ. സോ
നമുക്ക് ഇതെന്തായാലും ചെറിയ പേർപ്പസിന് വേണ്ടിയിട്ടാണല്ലോ, നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതന്നെ ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ നമുക്കിനി 2 സെറ്റ് കൂടി തീർക്കാം. I can do it. I can do it. Is enough? 1, 2, 3. One more last one. Go. Lift. 3 സെറ്റ്സ് അടിക്കാന്നായിരുന്നു പ്ലാന്. പക്ഷെ ഒരാൾ വീണ്ടും വീണ്ടും ഒന്ന് ചോദിക്കണമെന്ന്, കഴിഞ്ഞോ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ടൈമിൽ അവർക്ക് ഡിസ്റ്റർബൻസ് ആവരുതല്ലോ. 2 സെറ്റ് അടിച്ചുള്ളൂ, കുഴപ്പമില്ല. നമ്മൾ ഈ 2 സെറ്റ് ലെഗ് പ്രസ് അടിക്കും ഫുൾ ഡെപ്തിൽ, അതുപോലെ തന്നെ ടു ഫെയിലിയർ. കമോൺ. കൺട്രോൾ ചെയ്ത് 8 കേട്ടോ. കൺട്രോൾ, ഫുൾ ഡെപ്ത്, ഖുഷി, ഗുഡ് വൺ, ഖുഷി, ഗുഡ്. ഇപ്പോൾ ലെഗ് പ്രസ് 2 സെറ്റ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം അടിക്കണല്ലോ, അതുകൊണ്ട് ഹൈ വോളിയം ആവും. സീറ്റഡ് ആയിട്ടുള്ള ലെക്കുകളാണ് ഇനി പെർഫോം ചെയ്യാൻ പോണത്, ഏകദേശം 3 സെറ്റ്സ്. ഇതെന്നെ നാട്ടിലത്തെ ജിമ്മിലൊന്നും അധിക സ്ഥലത്ത് ഇല്ല, ഉള്ള സ്ഥലത്തും എനിക്ക് അടിക്കാൻ പറ്റാറില്ല മര്യാദയ്ക്ക്, കാരണം അവൈലബിലിറ്റി കുറവാണ്. അതുകൊണ്ട് ഇത് ഞാൻ എന്തായാലും ആസ്വദിച്ച് അടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനങ്ങാൻ പറ്റില്ല. അതുപോലെ 3 സെറ്റ്സ് പെർഫോം ചെയ്യും. കുറച്ച് അത്യാവശ്യം നല്ല വോളിയം ഉണ്ടാവും ഇന്നത്തെ ലെഗ് ഡേ. ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ 1 × ഫ്രീക്വൻസി 8 to 10 reps അടിക്കാനാണ് പ്ലാൻ ചെയ്യണേ. ലെറ്റ്സ് സീ. കൺട്രോൾ 3 4 5 6. Control 7. Control, push 8. ഒരെണ്ണോടി പോടാ, പുഷ് ചെയ്ത. കൺട്രോളി ഓഫർ പിടിക്കാൻ എന്താണ്. ഹോൾഡി 1 2 3 4 5. ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഇങ്ങനെ പുഷ് ചെയ്യുന്നുണ്ട്. ലൈക്ക് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് കുറച്ചുകൂടി സ്റ്റെബിലിറ്റിയും കിട്ടും എനിക്ക്. അതുപോലെ തന്നെ എനിക്ക് ഫെയിലിയറിലേക്ക് നന്നായിട്ട് എനിക്ക് ആ ഹാംസ്ട്രിങ് തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഇത് ഒരു രീതിയിലും ഒരു അസിസ്റ്റഡ് റെപ്പ് അല്ല. കാരണം ഇപ്പോൾ നമ്മൾ സാധാരണ നോർമലി ഈ ഒരു മെഷീനിൽ ഇവിടെ ഒരു ബാറുണ്ടാവുക, അതുമ്പോൾ നമ്മൾ ഒരുമാതിരി ഹഗ്ഗിങ് പൊസിഷൻ അല്ലെങ്കിൽ പിടിച്ചിട്ടാണ് യൂഷ്വലി അടിക്കുക. ഇതിന് അങ്ങോട്ട് തള്ളിയിട്ട് ചെയ്യണതിൽ യാതൊരു തെറ്റുമില്ല, നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും ഹാംസ്ട്രിങ്ങിന്. അതുപോലെ തന്നെ കൺട്രോൾ ഈ ഒരു ഭാഗമാണ് ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള ജിമ്മിൻ്റെ. ഒരുമാതിരി ഇങ്ങനെ ഒരു ചന്ത പോലെ കുറേ ആൾക്കാരായി ഇപ്പോൾ പെട്ടെന്ന് റഷായി. അപ്പോൾ RDL അടിച്ചു 2 സെറ്റ് ഹെവി വെയിറ്റ് 8 to 10 reps. ഇനി നമ്മൾ എക്സ്റ്റൻഷൻ അടിക്കാൻ പോവാണ്, അതൊരു 2 സെറ്റ്സ് അടിക്കാനാണ് പ്ലാൻ. ഈ ഒരു മെഷീനിൽ പിന്നെ എക്സ്റ്റൻഷൻ അടിക്കുമ്പോൾ ക്ലിപ്പിന് കുറച്ച് ബുദ്ധിമുട്ടാവും, പക്ഷെ അടിക്കണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. ക്ലിപ്പിന് കുറച്ച് വിയർഡായി തോന്നും, പക്ഷെ എല്ലാം അന്ന് തെറ്റിയിട്ടാണ് വരണത്. പക്ഷെ നമ്മൾ പുഷ് ചെയ്യും, ലൈക്ക് ഒരു 6 to 8 reps.
One more. All out. Push it, push it. Lovely one. Two. അങ്ങനെ ലെഗ് ഡേ തീർത്തു. എല്ലാം സെറ്റും ഫെയിലിയറിലേക്ക്. നാളെ വേദന ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേദന ഉണ്ടാവണം, അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആവില്ല. വേഗം തീർത്തു വന്നു, കാരണം അവിടെ ഭയങ്കര ക്രൗഡായി. അതുകൊണ്ട് ഭയങ്കര വീഡിയോ എടുക്കാനും ഭയങ്കര അൺകംഫർട്ടബിൾ ആയി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി മീല് പ്രപ്പ് ചെയ്യണം, കഴിക്കണം, ഉറങ്ങണം. ക്രിയേറ്റിൻ കലക്കി, ക്രിയേറ്റിൻ കുടിക്കുന്നു. സോ ഇതാണ് എപ്പിസോഡ് 1 എന്ന് പറയാം ഇൻ ബാംഗ്ലൂർ സീരീസ്. സോ സീ യു ടിൽ നെക്സ്റ്റ് ടൈം. സ്റ്റേ സ്ട്രോങ്.